അഡോബി ഫോട്ടോഷോപ്പിലെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള ലേയേഴ്സിലെ 8th ടോപ്പിക് ബ്ലെൻഡിംഗ് മോഡ്സ് പാർട്ട് 1. സോ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ബ്ലെൻഡിംഗ് മോഡ് എന്നാണ്. ബ്ലെൻഡിംഗ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെയർ മറ്റൊരു ലെയറുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള ലെയറുമായിട്ട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് ബേസിക്കലി മൊത്തത്തിൽ 27 ബ്ലെൻഡിംഗ് മോഡ്സ് അവൈലബിൾ ആണ്. അത് നമ്മുടെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്നതൊക്കെ ഡിഫറെന്റ് ബ്ലെൻഡിംഗ് മോഡ്സുകളാണ്. അപ്പോൾ ഇതിലുള്ള മെയിൻ ബ്ലെൻഡിംഗ് മോഡ്സിന്റെ ബേസിക്സ് ആണ് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഡിഫറെന്റ് ബ്ലെൻഡിംഗ് മോഡുകളെ ഓരോ സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 2 എന്ന് പറയുന്നത് നോർമൽ മോഡാണ്. അതിലുള്ളത് നോർമലും ഡിസോൾവുമാണ്. അതിനുശേഷം വരുന്ന സെറ്റ് ഡാർക്കൻ എന്ന് പറയുന്ന സെറ്റും, അതിനുശേഷം വരുന്നത് ലൈറ്റനും, 4ാമത്തെ സെറ്റ് വരുന്നത് കോൺട്രാസ്റ്റും, 5ാമത്തെ സെറ്റ് എന്ന് പറയുന്നത് ഇൻവെർഷനും ക്യാൻസലേഷനും വരുന്ന സെറ്റ്, 6ാമത്തേത് എന്ന് പറയുന്നത് കമ്പോണന്റ് എന്ന് പറയുന്ന സെറ്റുമാണ്. അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഫോൾഡേഴ്സും ലെയേഴ്സും ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ ഈ ഒരു ലെയർ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ബ്ലെൻഡിംഗ് മോഡിലേക്ക് പോകാം. ഇവിടെ ആദ്യത്തെ മോഡ് എന്ന് പറയുന്നത് നോർമലാണ്. അതായത് ഒരു ലെയർ മറ്റൊരു ലെയറായിട്ട് ഇൻട്രാക്ട് ചെയ്യില്ല. ഒരു ലെയറിൽ എന്തുണ്ടോ അത് അതേപോലെ തന്നെ ഇരിക്കും. ഇപ്പോൾ ഇതിലെ റെഡ് കളറ് ഇതിൻ്റെ താഴെയുള്ള ഈ ലെയറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യില്ല. അതാണ് നോർമൽ എന്ന് പറയുന്ന കണ്ടീഷൻ. അതിനുശേഷം വരുന്ന ബ്ലെൻഡിംഗ് മോഡ് എന്ന് പറയുന്നത് ഡിസോൾവ് ആണ്. ഇതും ബേസിക്കലി നോർമൽ പോലെ തന്നെയാണ്. ഇതിൻ്റെ താഴത്തുള്ള ലെയറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യില്ല. പക്ഷേ നോർമലും ഇതുമായിട്ടുള്ള ഡിഫറൻസ് വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ലെയറിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒപ്പാസിറ്റിയിൽ ക്ലിക്ക് ചെയ്തിട്ട് മൗസ് റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ നീക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ വ്യത്യാസം വന്നേക്കുന്നതുണ്ടോ? ഇതെന്താന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാവാൻ നമുക്ക് ഈ ഒരു ഇമേജ് ഒന്ന് സൂം ചെയ്യാം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആ റെഡ് ലെയറിലുള്ള പിക്സൽസ് ഒക്കെ ഓരോന്നായിട്ട് റാൻഡംലി ഒപ്പാസിറ്റി കുറയുമ്പോൾ കുറയ്ക്കുകയാണ് ഇവിടെ ചെയ്തേക്കുന്നത്. നമുക്ക് ഒപ്പാസിറ്റി ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കുറയ്ക്കാം. കണ്ടോ, ഒപ്പാസിറ്റി കുറയുന്തോറും നമ്പർ ഓഫ് പിക്സൽസിന്റെ എണ്ണം കുറഞ്ഞു വരികയും അതേപോലെ ഒപ്പാസിറ്റി കൂടി 100%ലേക്കൊക്കെ എത്തുമ്പോൾ കംപ്ലീറ്റ് പിക്സൽ കാണിക്കുകയും ചെയ്യും. അതായത് ഈ ഒരു ബ്ലെൻഡിംഗ് മോഡിൽ ഒപ്പാസിറ്റി കുറയുമ്പോൾ പിക്സലിന്റെ ട്രാൻസ്പെറൻസി കുറയുന്നതിന് പകരം നമ്പർ ഓഫ് പിക്സൽസ് ആണ് കുറഞ്ഞു വരിക. ഇത് നോർമൽ ആയിരുന്നു എന്നുണ്ടെങ്കിൽ, ഒപ്പാസിറ്റി കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ഒരു ട്രാൻസ്പെറൻറ്റ് പേപ്പർ അല്ലെങ്കിൽ ഒരു റെഡ് കളർ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഷീറ്റ്, ഫിൽട്ടർ ഷീറ്റ് അതിൻ്റെ മുകളിൽ പിടിച്ചേക്കണ പോലെയായിരിക്കും ഇരിക്കുക. 100% ഒപ്പാസിറ്റിയിലാണെന്നുണ്ടെങ്കിൽ കാണില്ല. 0% ഒപ്പാസിറ്റി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻ്റ് ആണ് എന്നുള്ള കൺസെപ്റ്റാണ്. ഇതിൽ ഒപ്പാസിറ്റി കൂടാതെ ഫിൽ എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. ബേസിക്കലി ഫിൽ ആക്ട് ചെയ്യുന്നതും ഏതാണ്ട് ഒപ്പാസിറ്റി പോലെ തന്നെയാണ്. അത് നോർമൽ ലെയറിൽ അങ്ങനെയാണ്. ഇതിൽ നിന്നും വ്യത്യാസമുള്ള കുറച്ച് ബ്ലെൻഡിംഗ് മോഡുകളുണ്ട്. ആ സ്പെഷ്യൽ ബ്ലെൻഡിംഗ് മോഡുകളിൽ ഒപ്പാസിറ്റി കുറയ്ക്കുന്നതും ഫില്ല് കുറയ്ക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടാവും. പക്ഷേ നോർമൽ ആയിട്ടുള്ള സ്റ്റേറ്റിൽ ഇത് രണ്ടും ഒരുപോലെയാണ് ഇരിക്കുക. ഫില്ലിൻ്റെ ബാക്കി അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ബാക്കി ലെയറുകളിൽ ഫില്ല് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷേ ബേസിക്കലി നോർമലിലും ഡിസോൾവിലും ഫില്ലും ഒപ്പാസിറ്റിയും ഏകദേശം സെയിം പോലെ തന്നെയാണ്. അപ്പോൾ ഇതാണ് നോർമലും ഡിസോൾവുമായിട്ടുള്ള വ്യത്യാസം. ബേസിക്കലി ഡിസോൾവ് എന്ന് പറയുന്നത് നമ്മൾ അധികം യൂസ് ചെയ്യാത്തൊരു ബ്ലെൻഡിംഗ് മോഡാണ്. ഇപ്പോൾ നമ്മൾ ബേസിക്കലി നോർമൽ സെറ്റ് കവർ ചെയ്തു. ഇനി നമുക്ക് നോക്കേണ്ടത് ഡാർക്കനും ലൈറ്റനുമാണ്. ഡാർക്കൻ സെറ്റും ലൈറ്റൻ സെറ്റും ഓൾമോസ്റ്റ് ഓപ്പോസിറ്റ് എന്ന രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൽ ഡാർക്കൻ, മൾട്ടിപ്ലൈ, കളർ ബേൺ, ലീനിയർ ബേൺ, ഡാർക്കർ കളർ, ഈ 5 മോഡുകളുടെ ഏതാണ്ട് ഓപ്പോസിറ്റ് പോലെ തന്നെയാണ് അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ലൈറ്റൻ, സ്ക്രീൻ, കളർ ഡോജ്, ലീനിയർ ഡോജ് ആൻഡ് ലൈറ്റർ കളർ. അപ്പോൾ അത് നമുക്ക് ഓരോന്നായിട്ട് കമ്പയർ ചെയ്ത് പഠിച്ചു പോകാം. അതിനു മുൻപ് ഞാനിവിടെ വേറെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ബേസിക്കലി എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വൈറ്റ് ടു ബ്ലാക്കിലേക്ക് വരുന്ന ഒരു ട്രാൻസിഷനാണ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ കളർ പിക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ കളറ് എല്ലാം 255 ആണ്, അതായത് പ്യുവർ വൈറ്റ്. എന്നിട്ട് ഇതിൽ ബ്രൈറ്റ്നസ് കിടക്കുന്നത് 100% ആണ്, അതായത് ബ്രൈറ്റ്നസ്സും ഇവിടെ പ്യുവർ വൈറ്റ് ആണ് കിടക്കുന്നത്. ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള കളർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ RGB വാല്യൂ ശ്രദ്ധിക്കേണ്ട. പക്ഷേ വ്യത്യാസം വന്നേക്കുന്നത് ഇതിൻ്റെ ബ്രൈറ്റ്നസ് എന്നുള്ളത് ഏകദേശം 90യുടെ അടുത്തായി. 89 ആണ് ഇവിടെ കിടക്കുന്നത്, അത് കാര്യമാക്കണ്ട. പക്ഷെ ഓൾമോസ്റ്റ് 90യുടെ അടുത്താണ്. അതിന് തൊട്ട് മുകളിലുള്ളത് 80യുടെ അടുത്തായിരിക്കും, അതായത് 78. 80യിൽ നിന്ന് 2 വ്യത്യാസം. അതിൻ്റെ മുകളിലുള്ളത് ഓൾമോസ്റ്റ് 70യുടെ അടുത്ത്, 60യുടെ അടുത്ത്, 50, 40,
30, 20, 11, 0. 0 ബ്രൈറ്റ്നസ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ബ്ലാക്ക് ആണ്. ഇത് മനസ്സിൽ ഓർത്തു വെക്കുക. ബേസിക്കലി ഇത് വെച്ചിട്ടാണ് ഡാർക്കനിലും ലൈറ്റനിലും വരുന്ന ഡിഫറെൻറ്റ് ബ്ലെൻഡിങ് മോഡുകൾ എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇത് ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു എന്നുള്ളൂ. ഇതിൻ്റെ പുറകിലത്തെ അൽഗോറിതമോ അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ നടക്കുന്ന കാൽക്കുലേഷനോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങളുടെ ബേസിക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് കരുതുന്നു. ഈ കിടക്കുന്ന 11 കളേഴ്സിൽ ഇതിൻ്റെ ബ്രൈറ്റ്നസ് 0 to 100% ചേഞ്ച് ചെയ്യും. ഇതിൻ്റെ അടിയിൽ റെഡ് കളർ ആക്റ്റീവ് ആണ്. നമുക്ക് ഈ ഒരു കളറ് ഡിഫറെൻറ്റ് ബ്ലെൻഡിങ് മോഡിൽ എങ്ങനെ ഈ റെഡിനെ അഫക്റ്റ് ചെയ്യുമെന്ന് നോക്കാം. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ഡാർക്കൻ ആണ്. ഡാർക്കൻ സെക്ഷൻ ബേസിക്കലി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്കർ ആയിട്ടുള്ള കളറുകളെ കീപ്പ് ചെയ്യും, ബ്രൈറ്റർ ആയിട്ടുള്ള കളറുകളെ റിമൂവ് ചെയ്യും. ഇപ്പോൾ ഈ ഒരു സെറ്റിൽ ഇതാണ് ഏറ്റവും ഡാർക്കസ്റ്റ് കളറ്, ഇതാണ് ഏറ്റവും ബ്രൈറ്റസ്റ്റ് കളറ്. നമ്മളിവിടെ ഡാർക്കൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യത്യാസം വന്നത് കണ്ടോ? ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 100% ഡാർക്ക് ആയിട്ടുള്ള ഈ ബ്ലാക്ക് ഇവിടെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അതേസമയം 100% വൈറ്റ് ആയിട്ടുള്ളത് ഇത് കംപ്ലീറ്റ് പോയി. അതിന് പകരം ഇതിൻ്റെ തൊട്ട് താഴെ ഏത് റെഡ് കിടക്കുന്നോ ആ റെഡിൻ്റെ എക്സാക്ട് കളറാണ് ഇവിടെ വന്നത്. അതായത് ഈ ഒരു സെക്ഷൻ 100% വൈറ്റ് വന്ന ഈ ഒരു സെക്ഷനിൽ കളറിന് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. സി അതേസമയം അതിൻ്റെ മുകളിലുള്ള ഈ വരുന്ന കളേഴ്സൊക്കെ ഗ്രാജുവലി അവരതിൻ്റെ ബ്രൈറ്റ്നസ് എടുത്തിട്ട് അതിൻ്റെ താഴെയുള്ള റെഡിലേക്ക് അപ്ലൈ ചെയ്തു. നമുക്കിവിടെ വന്ന് കളർ പിക്കർ ടൂൾ എടുത്തിട്ട് ഇവിടെ ഇതിൻ്റെ ഈ ഒരു റെഡിൻ്റെ കളർ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിലെന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യം നമ്മൾ നോക്കിയപ്പോൾ ഇതിൻ്റെ ബ്രൈറ്റ്നസ് 90യുടെ അടുത്തായിരുന്നു എന്ന് നമ്മൾ കണ്ടല്ലോ. ആ ഒരു ബ്രൈറ്റ്നസ് ആയിരിക്കും ഈ ഒരു റെഡ് ഹ്യൂവിൽ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടാവുക. നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ 89, അതായത് 90യുടെ അടുത്ത്. ഇതിൻ്റെ തൊട്ട് മുകളിലുള്ളത് 80യുടെ അടുത്ത് വരും, കണ്ടോ 78, നിയർ ടു 80. അതേസമയം ഇതൊരു 10ന്റെ അടുത്തും ഇത് 0 ആയിരിക്കും. ബേസിക്കലി ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാർക്കൺ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ അപ്ലൈ ചെയ്ത ലെയറിൽ ഉണ്ടായിരുന്ന ബ്രൈറ്റ്നസ് അവർ അതിൻ്റെ താഴത്തെ ലെയറിലേക്ക് അപ്ലൈ ചെയ്തു. അതേസമയം ഞാൻ പറഞ്ഞു ഡാർക്കൺ സെക്ഷനും ലൈറ്റൻ സെക്ഷനും ഏതാണ്ട് ഓപ്പോസിറ്റ് പോലെയാണ്. അപ്പോൾ നമ്മൾ ലൈറ്റൻ സെക്ഷനാണ് ഇവിടെ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ബ്ലാക്കിനെ കീപ്പ് ചെയ്തിട്ട് വൈറ്റിനെ കളഞ്ഞ പോലെ ലൈറ്റനിലേക്ക് വരുമ്പോൾ ബ്രൈറ്റ് കളർ അതായത് വൈറ്റിനെ കീപ്പ് ചെയ്തിട്ട് ഡാർക്കിനെ കളയും. സി കണ്ടോ, നേരത്തെ ചെയ്തതിൻ്റെ ഏകദേശം നേരെ ഓപ്പോസിറ്റ് ആണ്. ഇതിലെന്താ ബേസിക്കലി സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റതിൽ നമുക്ക് കളർ പിക്കർ ടൂൾ എടുക്കാം. മറ്റത് ഇവിടെ ബ്രൈറ്റ്നസിൻ്റെ ഇതാണ് ചേഞ്ച് ചെയ്തെങ്കിൽ ലൈറ്റിന് എടുക്കുമ്പോൾ സാച്ചുറേഷനെയാണ് അവർ ചേഞ്ച് ചെയ്യുക. അതായത് ഈ വാല്യൂസ് നിങ്ങൾ ശ്രദ്ധിച്ചോളുക. ഇതിലിവിടെ ബ്രൈറ്റ്നസിന് പകരം സാച്ചുറേഷൻ്റെ വാല്യൂ ആയിരിക്കും ചേഞ്ച് ചെയ്യുക. ഇത് സാച്ചുറേഷൻ 0 ആണ് കിടക്കുന്നത്. ഇതിൻ്റെ തൊട്ട് മുകളിലുള്ളത് ഏകദേശം 10 വരും, 20 വരും, 30 വരും, 40. അതുപോലെ ഏറ്റവും ടോപ്പിലുള്ളത് 100%. ഡാർക്കൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഈ ഒരു ബ്രൈറ്റ്നസ് ആണ് ചേഞ്ച് ചെയ്തതെങ്കിൽ ലൈറ്റിന് എടുത്തു കഴിഞ്ഞപ്പോൾ സാച്ചുറേഷൻ്റെ വാല്യൂ ആണ് അവിടെ ചേഞ്ച് ചെയ്തത്.